കേരള ഹാൻഡ്ബോൾ അസോസിയേഷനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. സംസ്ഥാന ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെത്തിയ കാസർഗോഡ് ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന് കീഴിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാസർഗോഡ് നിന്ന് മറ്റൊരു ടീമുണ്ടെന്ന് കാട്ടി തിരിച്ചയക്കുകയാണെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ലീഗലായിട്ട് വന്ന ആര് പറഞ്ഞു ലീഗലാണ്? നിങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് ശരിയല്ല. നമ്മൾ കാസർഗോഡ് നിന്ന് വന്ന കുട്ടികളാണ്. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ അക്കോമഡേഷനോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. 2 മണിക്കൂറോളം നമ്മൾ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഉള്ളിൽ കയറാൻ സമ്മതിച്ചിട്ടില്ല. പകരം ഇവിടെ വേറൊരു ടീമിനെ നിർത്തി നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു വാഷ്റൂമിൽ പോകാൻ പോലും നമുക്ക് അലൗഡല്ല. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ ഇപ്പോൾ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് അവിടെ ഇപ്പോഴും കുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. എന്താണ് ഈ തർക്കത്തിലേക്ക് വഴിവെച്ചത്? എങ്ങനെയാണ് രണ്ട് ടീം എങ്ങനെയാണ് ഒരുമിച്ച് മത്സരത്തിനെത്തുന്ന സാഹചര്യം ഉണ്ടായത്? സംസ്ഥാന ഹാൻഡ്ബോൾ അസോസിയേഷൻ, കേരള ഹാൻഡ്ബോൾ അസോസിയേഷനെതിരെയാണ് പരാതികൾ ഉയരുന്നത്. പ്രധാനമായും ജില്ലാ ഘടകം, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ സെലക്ഷൻ നടത്തി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് ഇവർ. അങ്ങനെ ഒരു ടീമായി നാളെ നടക്കേണ്ട മത്സരത്തിന് ഇന്ന് റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് മറ്റൊരു ടീം കാസർഗോഡ് ഉണ്ടെന്ന് അറിയിക്കുന്നത്. ഇപ്പോഴെത്തിയ ടീം മാനേജർ അടക്കം പരാതിപ്പെടുന്നത് അനധികൃതമായി മറ്റൊരു ടീമിനെ മത്സരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ തങ്ങളെ ഒഴിവാക്കുകയാണ്. ഒഴിവാക്കുമ്പോൾ തന്നെ മാന്യമായൊരു ഇടപെടൽ പോലും ഉണ്ടാകുന്നില്ല എന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പരാതിപ്പെടുന്നു. അതിന് പ്രധാന കാരണം ഭക്ഷണം നൽകിയിട്ടില്ല. ബാത്റൂമിലോ അവശ്യ കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള സൗകര്യം ഈ മത്സരത്തിന്റെ സംഘാടകർ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒരു സ്വകാര്യ സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ചെറിയ വിദ്യാർത്ഥികളാണ്. 11 വയസ്സ് പ്രായ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള മത്സരമാണ്, ഹാൻഡ്ബോൾ മത്സരമാണ് നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. കാസർഗോഡ് ഇന്ന് രാത്രി വൈകുന്നേരത്തോടുകൂടി മത്സരവേദിയിലെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത്. അതിന്റെ ഒരു തീരുമാനത്തിലേക്കോ ഒരു സമവായത്തിലേക്കോ ഇതുവരെ എത്തിയിട്ടില്ല. വിനീത, ശരി, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ജൂനിയർ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ നടക്കുന്ന ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത്.